ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ ഹാഫ് ഇയർലി എക്സാം മസായിലുൽ ഫിഖ് നടന്നതിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. എക്സാം എഴുതുന്നവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടുത്താവുന്നതാണ്. 2024 നടന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇവിടെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ആദ്യം വരുന്നത്. നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. ഇനി എടുക്കാൻ അറിയാത്തവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചോദ്യം വായിക്കാം. മുഖം മുഴുവനും കഴുകൽ ഉളൂയിൻ്റെ. മുഖം കഴുകൽ ഉളൂയിൻ്റെ എന്താണ്? ഫർളാണ്. ഫർള് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ, മുസ്ഹഫ് വെക്കാൻ പാടില്ല. എവിടെയാണ് വെക്കാൻ പാടില്ലാത്തത്? നിലത്ത്. നിലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിലത്ത് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെന്താ വരുന്നത്? ഉളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളം. ഇവിടെ കുളത്തിലെ വെള്ളം, സോപ്പ് കലക്കിയ വെള്ളം, കടലിലെ വെള്ളം. ഏതാണ്? സോപ്പ് കലക്കിയ വെള്ളം പകർച്ചയായിട്ടുണ്ട്. അപ്പോൾ അത് ഉളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളമാണ്. അത് ടിക്ക് ചെയ്യാം. ഇനി നജസ്സുകളിൽ പെട്ടതാണ്. ആടിൻ്റെ രോമം, പശുവിൻ്റെ രോമം, പൂച്ചയുടെ പാല്. അപ്പോൾ ഇതിൽ നജസ് പൂച്ചയുടെ പാല്, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല് നജസ്സാണ്. അപ്പോൾ നജസ്സുകളിൽ പെട്ടത് അതാണ്. അടുത്തത് എന്താണ്? സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ എണ്ണം. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ 8 എണ്ണമാണ്. 8 കവാടങ്ങളുണ്ട്. അടുത്തത്, നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഷർത്താണ്. എന്തിൻ്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവൽ? നിസ്കാരത്തിൻ്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവൽ. അടുത്തത്, ഉളൂയിൽ വെള്ളം ഒലിപ്പിക്കണം. ഉളൂയിൽ വെള്ളം ഒലിപ്പിക്കണം. ഏത് അവയവത്തിലാണ് വെള്ളം ഒലിപ്പിക്കേണ്ടത്? തല തടവലാണ്, ചെവി തടവലാണ്, കാലിൽ വെള്ളം ഒലിപ്പിക്കണം. അപ്പോൾ അത് ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ, തടവേണ്ട അവയവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാലാണ് ഇത് നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത്, വെള്ളം ചേരുന്നതിനെ തടയുന്നത്. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണെന്ത്? നാരങ്ങ വെള്ളം, സോപ്പ് വെള്ളമൊന്നും ചേരുന്നതിന് തടയൂല. പെയിൻറ്റ് നമ്മളെ ഉളൂവിൻ്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉളൂ എടുക്കുമ്പോൾ അവിടെ വെള്ളം ചേരൂല എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ പെയിൻറ്റ് എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി ഉളൂയിൽ 2 കാലുകളും കഴുകണം. എങ്ങനെയാണ് കഴുകേണ്ടത്? ഞെരിയാണി ഉൾപ്പെടെ. അപ്പോൾ അവിടെ അത് ടിക്ക് ചെയ്യാം. ഇനിയോ, ഗൗരവമുള്ള നജസ്സുകളിൽ പെട്ടതാണ്. മുഅല്ലലായ നജസ്, ഗൗരവമുള്ള നജസ്സാണ് ഏത്? നായ, പന്നി എന്നിവ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നായ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? ലാ തസിഹുസ്സലാത്ത. അപ്പോൾ അതിന് ചേർന്നത് നമ്മൾ പാഠത്തിൻ്റെ അടിയിലെ ബോക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാ തസിഹുസ്സലാത്ത ബിൻ നജസി. നജസ്സോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി അവിടെ എഴുതാം. ഇനി അടുത്തത്, ലാ യമസ്സുഹു എന്താണ്? ഇല്ലൽ മുതഹറൂൻ. ഓപ്ഷൻ സി. അത് മറ്റൊരു പാഠത്തിൻ്റെ അടിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. അടുത്തത്, അല്ലാഹുമ്മ ജഅൽനി എന്താണ്? മിനൽ മുതതഹിരീൻ. അള്ളാഹുവേ, ശുദ്ധിയുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അത് മറ്റൊരു പാഠത്തിൽ. പിന്നെ അടുത്തത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. നിയ്യത്ത് കൂടാതെ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയില്ല. നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ എഴുതാം. ഇനി വഅൻസൽനാ മിനസ്സമായി മാഅൻ തുഹൂറാ. ആകാശത്ത് നിന്ന് തുഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും അടിയിലെ ബോക്സാണ് ഈ വന്നത്. അപ്പോൾ ഇതുപോലെ വരാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കണം. ഉളൂ ചെയ്താൽ ഡാഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. ഏത് അശുദ്ധിയാണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. അടുത്തതാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡാഷ് ലാ ശരീക ലഹു. ഉളൂഇൻ്റെ ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അപ്പോൾ അത് വഹ്ദഹു എന്ന് പൂർത്തിയാക്കി കൊടുക്കണം. ഇനി വജാൽനി മിന ഡാഷ് സ്വാലിഹീൻ. എന്താണ്? വജാൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ദിക്റിന്ന് വേറെ ഭാഗങ്ങളൊക്കെ വരാം. അപ്പോൾ അത് ദിക്ർ ദുആവും മനസ്സിലാക്കി നന്നാക്കി പഠിക്കുക. ഇനി അടുത്തതാ, ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം ഡാഷ് ആവുകയില്ല. എന്താണ്?
ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അപ്പോൾ അത് എഴുതി കൊടുക്കാം. അടുത്തതെന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ ഡാഷ് വറസൂലുഹു. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അവിടെ അബ്ദുഹു എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒറ്റവാക്കിൽ എഴുതാനാണ്. ശുചിത്വം പകുതിയാണ് എന്തിൻ്റെ? ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അടുത്തത് ഉളൂഇൻ്റെ ഷർത്തുകൾ എത്ര? ഉളൂഇൻ്റെ ഷർത്തുകൾ 5 ഉളൂഇൻ്റെ ഷർത്തുകൾ 5. അടുത്തത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു ചെയ്യണം? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. ലൈം ജ്യൂസ് തോഹിറോ തൊഹൂറോ? ലൈം ജ്യൂസ് നാരങ്ങാവെള്ളം തൊഹൂറോ തോഹിറോ എന്നാണ്. അത് തോഹിറാണ്. അടുത്തത് എന്താണ്? ഉളൂഇൽ അല്പമെങ്കിലും തടവൽ നിർബന്ധമുള്ള അവയവം ഏതാണ്? തലയിൽ നിന്ന് അല്പം തടവൽ. തലയിൽ നിന്നാണ് അല്പം തടവേണ്ടത്. അല്പമെങ്കിലും തടവൽ നിർബന്ധമുള്ള അവയവം തലയാണ്. അപ്പോൾ തല എഴുതാം. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ഒരാൾ പൂർണ്ണമായി ഉളൂ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്ത്? എന്താണ് ഒരാൾ പൂർണ്ണമായി ഉളൂ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം? പൂർണ്ണമായി ഉളൂ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കും. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അടുത്തത് എന്താണ്? ഉളൂ ഇല്ലാതെ മുസഫ് തൊടാം ആർക്ക്? എന്തിന്? ഉളൂ ഇല്ലാതെ മുസഫ് തൊടാം ആർക്കാണ്? പഠനാവശ്യത്തിന് വകതിരിവായ കുട്ടികൾക്ക്. പഠനാവശ്യത്തിന് വകതിരിവായ കുട്ടികൾക്ക് ഉളൂ ഇല്ലാതെ മുസഫ് തൊടാം. ഉളൂഇന് ശേഷം ദുആ ചെയ്യുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? ഈ ദുആ ചെല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉളൂഇന് ശേഷമുള്ള ദുആ ചെല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഉളൂഇൻ്റെ 3ാമത്തെ ഫർള് ഏത്? 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. അപ്പോൾ ഇത് ഉളൂഇൻ്റെ 2 ചോദിക്കാം, ഉളൂഇൻ്റെ 5 ചോദിക്കാം, ഉളൂഇൻ്റെ 6 ചോദിക്കാം കേട്ടോ. ഉളൂഇൻ്റെ ഫർളുകൾ ഇങ്ങനെ 6 എണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റേതെങ്കിലും എണ്ണം ചോദിക്കാം. അതുപോലെ തന്നെ ഉളൂഇൻ്റെ ഷർത്തുകൾ 5, അതൊന്നും 1ാമത്തത് ഏത് 2 ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തത് അതേപോലെ ഉളൂഇൻ്റെ 2ാമത്തെ ഷർത്ത് ഏത്? ഏതാണ് 2ാമത്തെ ഷർത്ത്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളമൊലിക്കുക. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളമൊലിക്കലാണ്. അപ്പം അതും 5ഉം ഓർഡറിൽ പഠിക്കണം. ഉളൂഇന് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? ഉളൂഇന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം. അടുത്തത് 5 നജസ്സുകളുടെ പേര് എഴുതണം. 5 നജസ്സുകൾ ഏതൊക്കെയാണ്? മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല്, രോമം തുടങ്ങിയവ നജസ്സാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 5 എഴുതാം. ഇനി ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? അള്ളാഹുവും റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിൽ വിട്ടുപോകുകയോ കട്ട് ചെയ്യാൻ വിട്ടുപോകുന്നതും ആഡ് ചെയ്യാൻ വിട്ടുപോകുന്നതൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റു ചോദ്യപേപ്പറൊക്കെ ലഭിക്കണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.